കഴിഞ്ഞ 38 വർഷക്കാലമായി ഞാൻ ഈ മലയാള സിനിമയിൽ നിലനിൽക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. സിനിമ എന്തെന്നറിയാതെ, അഭിനയം എന്തെന്നറിയാതെ സിനിമയിലേക്ക് വന്ന എന്നെ നിൽക്കാനും നടക്കാനും നോക്കാനും സംസാരിക്കാനും പഠിപ്പിച്ച സംവിധായകർ മുതൽ പ്രേക്ഷകരുടെ കയ്യടി എനിക്ക് നേടിത്തന്ന സംഭാഷണങ്ങൾ എഴുതിത്തന്ന തിരക്കഥാകൃത്തുക്കൾ, എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്ത ക്യാമറാമാൻമാർ, മറ്റ് സഹപ്രവർത്തകർ, പല പല വേഷത്തിൽ എന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ള മേക്കപ്പ് മാൻമാർ, എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ തന്ന് എൻ്റെ കഥാപാത്രങ്ങൾക്ക് മിഴിവേകിയ വസ്ത്രാലങ്കാര വിദഗ്ധർ, അവരുടെ സഹായികൾ, എന്നെ സമയത്ത് ലൊക്കേഷനിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലും എത്തിച്ചിട്ടുള്ള ഡ്രൈവർമാർ, പ്രൊഡക്ഷൻ മാനേജർമാർ, യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, യൂണിറ്റിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി പ്രോപ്പറായ രീതിയിൽ ലൈറ്റ് ചെയ്യുക എന്നതാണെങ്കിൽ കൂടി ഞാനൊരു വെള്ളത്തിലേക്ക് ചാടേണ്ട സീനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ എന്നെക്കാൾ മുമ്പേ അവർ വെള്ളത്തിൽ ചാടി, ചേട്ടാ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് ചാടിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ രണ്ട് കൈയിലും കൊണ്ട് നടന്നിട്ടുള്ള യൂണിറ്റിലെ എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ചായ തന്നിട്ടുള്ള പ്രൊഡക്ഷനിലെ എൻ്റെ സഹോദരങ്ങൾ, ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ബോയ്സിനും അറിയാം, ഞാൻ ആരോടും ഇന്നേവരെ ചായയോ വെള്ളമോ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എനിക്കത് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാലം എന്നോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരാണ് ഇന്ന് ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അത് നന്ദി എന്നൊരു വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇനിയും നിങ്ങളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് അതിനുള്ളൊരു അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഫെഫ്കയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ സംവിധായകൻ, എൻ്റെ അടുത്ത സുഹൃത്തുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് എനിക്ക് പദ്ധതിയെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം നടന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഈ പരിപാടിയിലെ അടുത്ത ഇനം. ഈ അസുഖം എന്ന് പറയുന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന് നമുക്ക് കിട്ടുന്ന ശിക്ഷയോ അല്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മൾ മോഹിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് രോഗങ്ങൾ. ഒരാൾക്കൊരു അസുഖം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അയാളുടെ ജീവിത രീതിയെ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ സംസാരിച്ചു വന്നിരിക്കാം. പക്ഷെ എന്ത് ജീവിതശൈലികൾ നമ്മൾ ശീലിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് അസുഖങ്ങൾ കടന്നു വരും. അസുഖങ്ങൾ വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒരു അസുഖവും വരാതിരിക്കാനുള്ള ഒരു മാർഗവും ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആർക്കും അസുഖങ്ങൾ വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്നാലും അസുഖങ്ങൾ വരുന്ന ഒരുപാട് പേർ, അകാലത്തിൽ നമ്മളെ വിട്ടുപോയവർ, ഒട്ടും പ്രതീക്ഷിക്കാതെ ചില രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഇവരെയൊക്കെ നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ട്. ഒരു അസുഖം വന്നാൽ മുമ്പ് നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിച്ചിരുന്നു. ഇന്നതല്ല. ഇന്ന് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോസ്പിറ്റലുകളാണ്. ഒരു രോഗം വന്ന ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അയാളുടെ രോഗം മൂർച്ഛിച്ച് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അയാൾ മരിച്ചുപോയ അയാളുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുമ്പോൾ പോലും നമ്മൾ ആശുപത്രിയിൽ അടക്കേണ്ടി വരുന്നത് കോടികളാണ്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ പല പ്രവർത്തകരുടെയും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്.